Manera's box. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വാദിഷ്ടമായ ചിക്കൻ വരട്ടിയതാണ്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതായത് 15 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയണത്. എന്ന് പറഞ്ഞാൽ ഈ സവോള ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കുക്കായി കഴിയും. അതായത് സവോള ഫ്രൈ ആകണ അത്ര സമയമേ ആകുള്ളൂ നമുക്ക് ചിക്കൻ കുക്കാകാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ 1 കിലോ ക്ലീൻ ചെയ്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് ക്ലീൻ ചെയ്ത ശേഷമാണ് 1 kg. നിങ്ങൾ 1.5 ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്തെല്ലാം വരുമ്പോൾ 1 കിലോ ഇരിക്കും അത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് മുമ്പിലത്തെ ദിവസം ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അടച്ച്. അതായത് ഞാൻ കുക്ക് ചെയ്യാൻ പോണത്തിൻ്റെ മുമ്പിലത്തെ ദിവസമാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ മസാല പീസുകളിലൊക്കെ നല്ല പിടിച്ച് ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് പണി എളുപ്പമാണ്. അന്നേരം കുക്ക് ചെയ്യണ സമയത്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇരിക്കേണ്ട. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ½ an hour മാത്രം വെച്ചിരുന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയാകും. ഒരു 1 day ഫുൾ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, മുമ്പിലത്തെ നൈറ്റ് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 5 സവോള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ മസാലയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ. മസാലയാണ് നല്ല ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഒരു 5 സവോളയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല മസാല വരും. അപ്പോൾ അത് നന്നായിരിക്കും കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ 5 സവോള. ഇത് നമുക്ക് നീളത്തിൽ കീറി നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കണം ചിക്കൻ അതിലിടാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുക്കുന്നത്, 1ാം പാൽ തന്നെ. കൂടുതലായിട്ട് വെള്ളം ഒന്നും ഒഴിക്കണതില്ല. കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ് മാത്രം. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ ജാറിൽ 1 ജാറാണ് ഞാൻ എടുത്ത് അരച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു 3 വലിയ പിടിയാണ് എടുക്കുന്നത്. നമ്മുടെ കൈ കൊണ്ട് ഒരു പിടിയായിട്ട് 3 വലിയ പിടി ഇങ്ങനെ എടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 1/2 കപ്പ് പാല് കിട്ടും. 1/2 കപ്പിന് ഒരു ശകലം കൂടുതലിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ വെള്ളം നിറയെ ഒഴിച്ച് അരയ്ക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് പാലെടുത്താൽ മതിയാകും. ഇപ്പം നിങ്ങൾ ഇതിൽ വെള്ളം ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, ഇത് കറക്റ്റായിരിക്കും നമുക്ക്. എന്ന് പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ കറക്റ്റായിരിക്കും. ഈ 1/2 കപ്പ് തേങ്ങാപ്പാലും ചിക്കനിൽ നിന്ന് വരണ വെള്ളവും ആകുമ്പോൾ കറക്റ്റായിരിക്കും. നിങ്ങൾ അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടുക. പക്ഷെ താഴെ പിടിക്കും. വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ഈ 1/2 കപ്പ് തേങ്ങാപ്പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ഒന്ന് ഓർക്കണം. അപ്പം നമുക്കിതിന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും, വേഗം വറ്റിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിവിടെ കുക്കാകുമ്പോഴത്തേക്കും അടുത്ത അടുപ്പിലേക്ക് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ കോക്കനട്ട് ഓയിൽ എടുക്കുക. അതാണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും നമുക്ക് തരും ചിക്കന്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പുതിന ഇലയും ഞാൻ ഇടാൻ പോകണം. പുതിന ഇല ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഇടണത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഇത് ബ്രൗൺ ആകണ വരെ നമുക്ക് കുക്ക് ചെയ്യണം. അതായത് ഇത് ബ്രൗൺ ആകണ സമയമേ ഉള്ളൂ നമുക്ക് ചിക്കൻ ആകാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ അടുത്ത അടുപ്പിൽ ചിക്കൻ വേകണുണ്ട്. ഇവിടെ നമുക്ക് സവോള കുക്കാകണം, ഫ്രൈ ആകണുണ്ട്. അപ്പോൾ 2 പണി നമുക്ക് ഒന്നിച്ചാകണത്. ഇതൊന്ന് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് എടുക്കാം. കുറച്ച് ഉപ്പിടാം. നമുക്ക് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ചിക്കനിൽ നമുക്ക് നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് മനസ്സിൽ കണ്ടു വേണം ഉപ്പിടാൻ. കൂടിപ്പോരുത്. പിന്നീട് നിങ്ങൾ നോക്കി ആവശ്യത്തിന് ഉപ്പിടാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചിക്കൻ്റെയും ഇത് ഓയിലൊക്കെ വന്നിട്ടുണ്ട്. മസാല കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് വിടാൻ മറക്കരുത്. ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും കുത്തി ഇളക്കരുത്. ബ്രോയിലർ ചിക്കനാണ്, ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് പതുക്കെ ഇളക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പെപ്പറിൻ്റെ ഫ്ലേവർ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടുതൽ ഇടുക. പക്ഷേ എനിക്കിതാ കറക്റ്റ്.
നമുക്കിത് മസാല ഒന്ന് പുരണ്ട് വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നേരെ കീറിയതും കുറച്ച് തേങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ഇടണമുണ്ട്. അതായത് ഇടയ്ക്ക് നമുക്ക് തേങ്ങ കടിക്കാൻ വരുമ്പോൾ നല്ല സ്വാദായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കണ ഓണിയൻ കൂടെ ഇടണുണ്ട്, ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്യുക, പൊട്ടിക്കരുത്. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ബ്രൗൺ ആക്കി എടുക്കുക. അപ്പം നമുക്ക് തേങ്ങ വഴറ്റിയിട്ടില്ല, ചുമ്മാ ഫ്രഷാണ് ഇട്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. നേരത്തെ ഇട്ടില്ല, എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇട്ടാൽ അത് ഒന്ന് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് നേരത്തെ ഇടാത്തത്. അവസാനം ഇടുകയാണെങ്കിൽ അത് അങ്ങനെ കിടക്കും, ഹാഫ് കുക്കായി കിടക്കും, അതാണ് അതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഇപ്പം മല്ലിയിലയും വെതറി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അത് അത്രയ്ക്കും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് വെള്ളം ഒന്നും എടുക്കണില്ല, ഓയിലും വലുതായിട്ട് എടുക്കണില്ല. നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ പാല് തന്നെ പിന്നീട് ഓയിലായിട്ട് വന്ന് അത് നല്ല ടേസ്റ്റ് തരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് അത്രയ്ക്കും സ്വാദാണ്, നല്ല മണവുമാണ് ഇവിടെ തന്നെ. ഇപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.